കണക്ക് തീർത്തിട്ടില്ല മുസ്തഫ. എല്ലാം തീർക്കും ഞാൻ. ഓടാ, കണക്ക് തീർക്കേണ്ട എന്നോടല്ല, നിന്റെ പെങ്ങോട് തീർക്ക്. പോയി അവിടെ നന്നാക്കി നോക്കണം. ആരാ നിന്നെ തല്ലിയത്? ആ മുംതാസിന്റെ ആങ്ങളില്ലേ മുസ്തഫ, അവനാ എന്നെ തല്ലിയത്. എന്തിന്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിന്? അത് പിന്നെ ഞാൻ അവരുടെ കുടുംബത്തിന്റെ മാനം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ മാനം കൂടിയാ. അന്യനാട്ട് നൃത്തം വന്ന് ഈ നാട്ടുകാരന്റെ മേൽ കൈവച്ച് വെറുതെ അങ്ങ് തിരിച്ചു പോയാൽ നമുക്കൊരു കുറച്ചല്ലടാ പൈസലെ. ആർക്കാടാ കുറച്ചില്? നിനക്കോ? ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി ഒരാളെ നിന്റെ വീട്ടിലേക്കും പറഞ്ഞേക്കാം. എന്താ? അത് പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടുവല്ലേ? അഭിമാനമുള്ള ആർക്കും കൊള്ളും. സ്വന്തം പെങ്ങളുടെ ജീവിതം നശിക്കുന്നത് കാണുമ്പോൾ നട്ടലുള്ള ആങ്ങളമാർ ചെയ്യുന്നതേ മുസ്തഫയും ചെയ്തുള്ളൂ. അതിന് രണ്ട് നാടിന്റെ അതിർവരമ്പുകളല്ല നീതിയും ന്യായവും നിശ്ചയിക്കേണ്ടത്. നീ നേരത്തെ തല്ലിയത് എന്റെ അനിയനെയാണ്. അതിന്റെ ബാക്കി തീർക്കാൻ ഇനി ഇങ്ങോട്ട് വരരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ്. കാര്യങ്ങൾ നല്ല നിലക്ക് തീർക്കാൻ എന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ഇവനെ അങ്ങനെ വിട്ടാ പറ്റില്ല. അവന്റെ നാട്ടിൽ വെച്ച് ഇതിന് പ്രതികാരം ചെയ്യണം. ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രശ്നം ഇവിടെ അവസാനിക്കൂല, ഒരു കാലത്തും അവസാനിക്കൂല. അമ്മ അതിന് തോന്നിയ സജ്ജ അവിടെ ചെന്ന് ചെയ്തത്. കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താന്ന് അന്വേഷിച്ചറിയുന്നതിന്റെ മുമ്പ് പെങ്ങളെ പിടിച്ച് തല്ലുക, പോരാത്തിന് അന്യനാട്ടിൽ പോയി അവിടെ അടിയുണ്ടാക്കുക. ആ നാട്ടുകാർക്ക് ഒരു മര്യാദ ഉള്ളതുകൊണ്ട് ഈ രക്ഷപ്പെട്ടു. വേറെ ഏതെങ്കിലും നാട്ടുകാരായിരുന്നെങ്കിലേ അന്ന മെഡിക്കൽ കോളേജിലെ ICUവിൽ വന്ന് കാണേണ്ടി വരുമായിരുന്നു എനിക്ക്. എന്റെ പെങ്ങള് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ അങ്ങനെ ഒരു വിചാരം ഞാൻ പറയും. കാരണം കുട്ടിയസനും ഖദീജയും മക്കളെ പോറ്റിയത് എങ്ങനെയാന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനൊരു കല്യാണം നടത്താൻ ഞാൻ മുൻകൈയ്യെടുത്തത്. അത് ഈയായിട്ട് വെറുതെ ആക്കരുത്. ഇനി എന്റെ പെങ്ങള് നിരപരാധിയാണെങ്കിൽ ഇപ്പൊ ഒന്ന് കലങ്ങിയാലും ഒരു ദിവസം ഒക്കെ തെളിയും. അഥവാ ഓള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും പറയാനില്ല. നാട്ടുകാരെ മുഴുവൻ അറിയിക്കാതെ പറഞ്ഞു തീർക്കുന്നതല്ലേ രണ്ടു കൂട്ടർക്കും നല്ലത്. രണ്ടു കൂട്ടരെന്ന് പറഞ്ഞാൽ ആരാ? അന്റെ കൂട്ടരും ഇവന്റെ കൂട്ടരാണോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞു തീർത്തോളി. അതിനെന്തിനാ എങ്ങോട്ട് പോകുന്നത്? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടോ അതോ? മനസ്സിലായടോ. അന്റെ അഞ്ചൻ അന്തിപ്പാതിരാക്കോട് പറഞ്ഞതേ കണ്ടില്ലാന്ന് വെച്ച് അന്റെ മുഖം രക്ഷിക്കാൻ ഞാൻ എന്റെ മാനം വിൽക്കണമെന്ന് അല്ലേ? അങ്ങനെയൊന്നും ആരും ഉദ്ദേശിച്ചിട്ടില്ല. വിട്ടുവീഴ്ച ചെയ്ത് പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കല്ലേ നമുക്ക് നല്ലത്. ഞമ്മക്കല്ല, അനക്ക്. കാരണോ എന്റെ മകൻ കെട്ടിയത് അന്റെ മംഗളാണല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. എന്നിട്ടെന്തേ ഈ വിഷയം സംസാരിക്കാൻ അന്റെ നാട്ടിൽ നിന്ന് മാനും മര്യാദയുള്ള ആരെയും കൂട്ടാതെ കോന്തനെയും കൂട്ടി എന്റെ വീട്ടിൽ കയറി വന്നത്? അന്റെ പെങ്ങളെ ഭാഗത്ത് തെറ്റുണ്ട്, നീയും സമ്മതിക്കുന്നുണ്ടെന്നല്ലേ അതിനർത്ഥം? അല്ലെങ്കിൽ ഇക്കല്യാണം നടത്താൻ മുൻകയ്യത്ത് അഹമ്മദാജിനെയും കൂട്ടി വരേണ്ടിയിരുന്നില്ലെങ്കിൽ. പക്ഷെ മൂപ്പര ഈ വിഷയത്തിന് കിട്ടൂല. സൂന്യാസിന് കൊടുക്കുന്ന ആളല്ല അഹമ്മദാജിന്ന് എനിക്കറിയാം. കുവൈത്തിൽ കിടക്കുന്ന എന്റെ മകന് ഈ വിവരം അറിഞ്ഞാൽ ചങ്ക് പൊട്ടി മരിച്ചു പോകൂ. ഇറങ്ങി പോയിക്കല്ലാരും ഈ വിഷയം ചർച്ച ചെയ്യാൻ. ഈ വാതിൽ ഇനി തുറക്കൂല. അങ്ങനെ തന്നെ പറയണോ ഓലോട്? മറുപടി പറയാനില്ലാണ്ട് ഇറങ്ങിപ്പോയത് കണ്ടില്ലേ? നന്നായിരിക്കണം. ഓലോണ്ട് ഞാൻ അങ്ങനൊക്കെ പറഞ്ഞില്ലെങ്കിലും മുന്താസ് അങ്ങനെ ഒന്നും ചെയ്യൂലെന്ന് മനസ്സ് പിന്നെയും ഉള്ളെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാലേ കുറച്ച് തളച്ച വെള്ളം അങ്ങോട്ട് കുടിച്ചാലേ ഉള്ളൊന്ന് പിന്നെ മുണ്ടാട്ടുണ്ടാവൂല.
ഓ ഒരു മുംതാസ്, മരോളോട് എന്തൊരു സ്നേഹം. ദാ മരോള് കിടക്കുന്ന മുറീന്റെ പിന്നെന്ന് അന്തി പാതിരക്ക ചങ്ങായിനെ കൊടുത്തതേ ഇങ്ങളൊക്കെ അയ്യോണ്ടാ. എന്നിട്ടും വിശ്വാസം വരുന്നില്ല അല്ലേ? സുൽഫിക്കറിനെ ഇവിടെ കണ്ടു എന്നുള്ള ശരിയാ, പക്ഷെ അത് താത്ത പറഞ്ഞിട്ടാണ് എന്നുള്ളതിനെന്താ തെളിവ്? താത്ത ഒരിക്കലും ഒന്നും ചെയ്യൂല, എനിക്കറിയാം. എടാ ചെറുക്ക, വലിയൊരു വർത്താനം പറയുന്നുണ്ട്, ഇടയ്ക്കേറി പറയരുത്, മുണ്ടാട്ട് അവിടെ ഇരുന്നോണം. ഓ വാപ്പാക്കും മോനും മരോളോട് എന്തൊരു സ്നേഹം. ഉമ്മയെ തരൂ. ഇത്താത്ത ആരാ നേരത്തെ ഇവിടെ വന്നു പോയത്? അതെ, മരോളാങ്ങളി, പിന്നെ മറ്റോന്റെ ഏട്ടനും. തന്നെ എന്നിട്ട് എന്തേ ഒരു പറഞ്ഞേ? കഴിഞ്ഞതൊക്കെ പറഞ്ഞു തീർക്കാന്ന്. തീർക്കരുത്. ഞമ്മക്കൊരു അന്തസ്, അല്ലെങ്കിൽ തന്നെ ഞമ്മക്ക് വെച്ചൊരു ബന്ധം. എത്ര പാവം പൊന്നു കിട്ടുന്ന ആളാ ഞങ്ങളെ മോനെ. അത് അനക്കും എനിക്കും മാത്രമേ തിരിഞ്ഞിട്ടുള്ളൂ വീരാനെ. ഓൾ ഒഴിവാക്കാൻ പറയുന്ന മോനോട് ഓനിക്ക് വേറെ എത്ര നല്ല പെണ്ണുങ്ങളെ കിട്ടും? അതന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്. ഓളി ഒഴിവാക്കാൻ പറഞ്ഞ് കുവൈത്തേക്ക് കത്ത് എഴുതാൻ പോകാനായി. എഴുതണം. ആ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം. ആ ആയിക്കോട്ടെ. അനക്കെന്താ അവിടെ പണി?